എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു നാടൻ സ്റ്റൈലിലുള്ള ഇറച്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് കഴിഞ്ഞ തവണ വെക്കേഷൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മട്ടൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാളയും അതുപോലെ തന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും കൂടെ ഇട്ടിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഒരു 5-6 വിസിലാണ് പ്രഷർ കുക്ക് ചെയ്യേണ്ടത്. പിന്നെ 2 കുടം വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4 സവാള, കുറച്ചധികം ചെറിയ ഉള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും, 3 തക്കാളി. നമ്മൾ എടുത്തിരിക്കുന്നത് 2 കുടം വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് കറിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ കറി ചെയ്യുന്നത്. മട്ടൻ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ബീഫായാലും ചിക്കനായാലും ഏതായാലും ഇതേ രീതിയിൽ വെച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നമ്മൾ ഇറച്ചിക്കറി വെക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഏതായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നല്ല ഉണങ്ങിയ തേങ്ങാക്കൊത്താണ് ഏറ്റവും നല്ലത്. തേങ്ങാക്കൊത്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മൂത്ത് കിട്ടും. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്ര സവാളയും ഉള്ളിയും ഉണ്ടെങ്കിലും ഇത് വഴണ്ട് വരുമ്പോൾ ഇത് വളരെ കുറച്ച് ആയിട്ട് മാറും. സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നാട്ടിലെ സവാള ആയാലും ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. നമ്മളിവിടെ കിട്ടുന്ന ഇഞ്ചി വെളുത്തുള്ളി സവാളയ്ക്കൊന്നും നാട്ടിലെ വെളുത്തുള്ളി ഇഞ്ചിയുടെ അത്രയും ടേസ്റ്റ് വരില്ല. കുഞ്ഞ് വെളുത്തുള്ളിക്കൊക്കെ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നാടൻ ഇഞ്ചിക്കും. അപ്പോൾ ഉള്ളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടെ മിക്സ് ആക്കിയതാണ്. ഒരു 2.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കുക. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വരണം. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ സമയത്ത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ മട്ടന് വേണ്ടിയിട്ടാണ് ഈ അളവിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. തക്കാളി വെള്ളം വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ നിന്നും ഉള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. മട്ടൻ നമ്മളൊരു 6 വിസിലടിച്ച് വെന്ത് പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ചെറുതീയിലിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം മാത്രം നമ്മൾ മട്ടൻ ഇട്ടിട്ട് ഇളക്കുക. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ നമുക്കിതിലേക്ക് ചേർക്കാം. മട്ടൻ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സവാളയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കുരുമുളകും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ടാണ് മട്ടൻ വേവിച്ചെടുത്തിട്ടുള്ളത്. മട്ടനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. മട്ടൻ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. മട്ടനിൽ നിന്നുള്ള വെള്ളമാണ് ഈ ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഈ കറി നന്നായിട്ട് തിളച്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് തിളപ്പിക്കാം. ചെറു തീയിലിട്ട് വേണം ഇനി ഇത് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചാറ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വറ്റിച്ച് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ മട്ടൻ കറിയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചാറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ച് ഒന്നുകൂടെ വറ്റിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടന് പകരം നിങ്ങൾക്ക് ബീഫോ ചിക്കനോ ഒക്കെ വെച്ചിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
താങ്ക്